നമുക്ക് ഏത് നിയമങ്ങൾ വന്നാലും നമുക്കതിനെ ദുരുപയോഗം ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ നിയമങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശം എന്ന് പറയുന്ന, ഞാൻ ബേസിക്കലി സ്ത്രീ പുരുഷൻ എന്ന രീതിയിലല്ല, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോ ഒരു സ്ത്രീ ബസ്സിൽ ഒരു ഇത് ചെയ്തു, അതിലൊരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അയാളുടെ കൂടെയാണ് അന്നും ഇന്നും. പക്ഷെ എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ കുടുംബം എന്ന വ്യവസ്ഥിതി നോക്കിയാലും നമ്മൾ തൊഴിലിടത്ത് നോക്കിയാൽ പോലും ഇത്രയും നിയമങ്ങൾ വന്നു, പരിരക്ഷ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം ഇൻസെക്യൂരിറ്റീസും അതിൻ്റെ ഒപ്പം വളരുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നേരത്തെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരുന്നപ്പോഴും സ്ത്രീക്ക് സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവുമ്പോൾ പോലും അവൾ അതിനുവേണ്ടി ജനിച്ചതാണ് എന്ന രീതിയിൽ അവൾ ജീവിച്ചു പോയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ആളുകളുടെ സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം സംസാരിച്ച പോലെ എനിക്കറിയാവുന്ന എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടികളെ പൊന്നുപോലെ നോക്കി. ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയാറുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും സുന്ദരനായ അച്ഛൻ നിങ്ങളാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനുമില്ല. കോടതിയിൽ പോയപ്പോൾ പോലും കുട്ടികൾ മൈനർ ആയിട്ട് പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് കോടതി നിന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടേണ്ട നീതിയാണ്. പക്ഷെ അത് വരുന്നുണ്ട് അങ്ങനെ വളരെ ചുരുക്കം കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുക എന്നതിലുപരി ഇതിന്റെ റിയാലിറ്റിയിൽ നിന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടി നന്നാവും എന്ന് തോന്നിയിട്ടുണ്ട്. അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് ജയിക്കാൻ വേണ്ടി ഒരു ഈഗോ പ്രശ്നം നടക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത കേസ് ഞാൻ ജയിക്കണം, അതിനുവേണ്ടി അവനവന്റെ ഭാഗത്തേക്ക് പല പോയിന്റ്സ് എടുക്കുകയാണ്, ഇൻക്ലൂഡിങ് കൊച്ചിനെ കാണിക്കാൻ സമ്മതിക്കാത്തത് തൊട്ട് എല്ലാം. പക്ഷേ ഒരു പരിധി വരെ ആരെങ്കിലും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. താങ്കളുടെ നിരീക്ഷണത്തിലെ ഈ പുരുഷന്മാരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി കേസുകൾ കെട്ടിയുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ത് എത്രത്തോളം ന്യായമുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ പോയി പെടാനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലാത്ത പുരുഷന്മാർ നന്നായിട്ട് ബുദ്ധിമുട്ടി പോകും. തീർച്ചയായിട്ടും മുഴുവൻ വേറെ ഇല്ല, എല്ലാ നിയമം പോലെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോഴും സമൂഹത്തിൽ സുരക്ഷിതരല്ല. അവര് കുറവാണ്. എല്ലായിടത്തും ഒരു മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരുടെ തലമുറ എടുക്കാനാണെങ്കിൽ ഇപ്പോഴും അമ്മമാര് പെണ്ണ് കയറി വരുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നാണ്, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോടി കൊച്ചേ? ഓക്കെ, ആസ് ഇഫ് ഇറ്റ്സ് റിട്ടൺ ഫോർ അമ്മായിമ്മയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. അമ്മായിമ്മയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ചോദ്യങ്ങളുണ്ട് മാഡം, ഓപ്പോസിറ്റ് മെയിൽസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിനക്ക് ജോലിയുണ്ടോ? തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അതുപോലെ ഇതിനകത്തൊക്കെ പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് വളരെ അവനെ പ്രൊവൈഡർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവൾക്ക് സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ.